നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പാലക്കാട് BJP ഉയർത്തിയ പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ രാഷ്ട്രീയ കേരളത്തിന് അറിയാവുന്നതാണ്. അതായത് രാഹുൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ആ മണ്ഡലത്തിൽ എത്താവുന്നതാണ്, മറിച്ച് ഒരു MLA എന്ന രീതിയിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല. ഇത്തരത്തിലൊരു വ്യക്തിയെ, ഇങ്ങനെ ഒരു MLA-യെ പാലക്കാടിന് ആവശ്യമില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ BJP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. സമര പരിപാടികൾ സ്ത്രീ വിരുദ്ധനെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബാനർ ഉയർത്തി പ്രതിഷേധം നടത്തുന്നു. അങ്ങനെ ഈ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP ഉയർത്തിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത്. ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക്, BJP-ക്കുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുകയാണ്. പാർട്ടി ജില്ലാ നേതൃത്വം നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുലുമായി നഗരസഭാ അധ്യക്ഷ വേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. വേദി പങ്കിടരുതെന്നാണ് പാർട്ടി നിലപാടെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷൻ ചെയ്തത് അരുതാത്ത കാര്യമാണ്. രാഹുലിനൊപ്പം അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പ്രമീള ശശിധരന് തെറ്റുപറ്റിയെന്നും പ്രശാന്ത് പറഞ്ഞു. അവർ ചെയ്തത് പാർട്ടി വിരുദ്ധ നിലപാടാണ്. സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉന്നയിക്കുന്നു. MLA പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് വീരവാദം മുഴക്കുന്നു, വെല്ലുവിളി ഉയർത്തുന്നു. അതിനിടയിലാണ് BJP-യുടെ ഒരു നേതാവ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു വേദി പങ്കിട്ടിരിക്കുന്നത്. എന്തായാലും ഇത് ജില്ലാ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. വേദി പങ്കിടരുതെന്ന് തന്നെയാണ് പാർട്ടി നിലപാട്. രാഹുലിനൊപ്പം അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും പ്രമീള ശശിധരന് തെറ്റുപറ്റി, ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രശാന്ത് ശിവൻ പറയുന്നത്. എന്ത് നടപടിയായിരിക്കും ഇവർക്കെതിരെ സ്വീകരിക്കുക എന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയരുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ആ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധവുമായി BJP മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അതിനോട് ഭാഗമായി ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം BJP-യുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുതെന്നും അദ്ദേഹവുമായി സഹകരിക്കരുതെന്നുമാണ് പാർട്ടി നിലപാടെന്ന് വീണ്ടും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല. രാഹുൽ രാജിവെക്കണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രശാന്ത് ശിവൻ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും BJP-ക്കുള്ളിൽ ഇത് വലിയ രീതിയിലുള്ള അമർഷം, ഒരു അസ്വസ്ഥതയിലേക്ക് ഈ ഒരു കാര്യം നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും BJP-യെ വലിയ രീതിയിൽ ഈ ഒരു പ്രമീള ചെയ്ത ഈ ഒരു കാര്യം തീർച്ചയായിട്ടും അവരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡ് ഉദ്ഘാടനത്തിനാണ് പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്ന BJP നിലപാടിന് വിരുദ്ധമായിരുന്നു ഈ നീക്കം. അതേസമയം ഈയിടയ്ക്ക് NSS പരിപാടിയിൽ മുഖ്യാതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു NSS പരിപാടിയിൽ പങ്കെടുത്തത്. NSS അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാൻ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ പരിപാടി നടന്നത്. 19 വിവാഹങ്ങൾ ഒഴിവാക്കിയിട്ടായിരുന്നു കുടുംബ സംഗമത്തിൽ എത്തിയതെന്ന് MLA കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഈ പരിപാടിയിൽ പറയുകയുണ്ടായി. കരയോഗത്തിന്റെ ഭാരവാഹികൾ എല്ലാ വീടുകളിലും എത്തി ക്ഷണിക്കുന്നത് പോലെ തന്നോടും പറഞ്ഞിരുന്നു. അതിനാൽ താനും ഒരു ഒഴുക്കൻ മട്ടിലാണ് വരാമെന്ന് കരുതിയതെന്നും, എന്നാൽ പരിപാടിയുടെ നോട്ടീസ് കണ്ടപ്പോഴാണ് മുഖ്യ അതിഥിയാണെന്ന് അറിഞ്ഞതെന്നും അതിനാലാണ് താൻ വന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. ഇത്രയും ദിവസം പാലക്കാടായിരുന്നു. ഞായറാഴ്ചയായിരുന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് പത്തനംതിട്ടയിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കന്നി കഴിഞ്ഞു. തുലാമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. ഇന്ന് പങ്കെടുക്കേണ്ട 19 കല്യാണം ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും വൈകുന്നേരം കല്യാണം നടക്കുന്ന വീടുകളിൽ എത്തണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അന്ന് ആ വേദിയിൽ. എന്തായാലും ലൈംഗിക ആരോപണത്തിന് പിന്നാലെ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപകാലത്ത് വീണ്ടും മണ്ഡലത്തിൽ സജീവമാവുകയാണ്. നേരത്തെ KSRTC ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും MLA പങ്കെടുത്തിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം തടയുമെന്ന നിലപാടിലായിരുന്നു CPI-യും BJP-യുമായിരുന്നത്. സംഭവത്തിൽ BJP-യിൽ അമർഷം പുകയുകയാണ്. BJP സംസ്ഥാന കമ്മിറ്റി പ്രമീള ശശിധരനോട് വിശദീകരണം ചോദിക്കും. മാത്രമല്ല, പ്രമീള ശശിധരനെതിരെ നടപടി വേണമെന്നാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. പ്രമീള ശശിധരന്റെ പ്രവൃത്തി സ്ത്രീ വിരുദ്ധതയെന്നാണ് നേതാക്കളുടെ വിമർശനം. പ്രമീള പാർട്ടിക്ക് നാണക്കേടാണെന്നും കോർ കമ്മിറ്റിയിൽ വിമർശനം ശക്തമായിരിക്കുകയാണ്. രാഹുലിനെതിരായ പരാതി കോൺഗ്രസിനെതിരായ തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള നീക്കത്തിന് ഈ സംഭവം തിരിച്ചടിയാകുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തുടർ പ്രതിഷേധങ്ങൾക്ക് തിരിച്ചടിയായെന്നുള്ള അഭിപ്രായവും അതിനോടകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്.
എന്തായാലും വിവാദം പുകയുകയാണ്. അതായത് ഒരു സ്ത്രീവിരുദ്ധൻ അല്ലെങ്കിൽ ഒരു ലൈംഗികാരോപണ വിധേയനായ MLA എന്ന രീതിയിൽ BJP രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് BJPയുടെ തന്നെ ഒരു വനിതാ നേതാവ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടുന്നത്. തീർച്ചയായിട്ടും BJPക്കുള്ളിൽ തന്നെ ഇത് വലിയൊരു രീതിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളും യുവജന സംഘടനകളും രാഹുലിനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടയുമെന്നതടക്കമുള്ള പ്രഖ്യാപനമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വേദി പങ്കിടൽ നടന്നിരിക്കുന്നത്. അതാണ് BJPയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം വാർത്തയാവുകയും സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാവുകയും ചെയ്തതോടെ പാർട്ടി നിലപാടിനോട് യോജിക്കാത്ത നടപടിയാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. നിലപാട് വിശദീകരിക്കാൻ BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മാത്രമല്ല ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇക്കാര്യം ചർച്ചയാകും. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലും വിഷയം ചർച്ചയായിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിന് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിലാണ് പങ്കെടുത്തതെന്നും വിവാദങ്ങൾക്കില്ല എന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കെതിരെ ആരോപണങ്ങളുമായി ചില സ്ത്രീകൾ രംഗത്ത് വരുന്നു. അതിന് പിന്നാലെ BJP പ്രവർത്തകയായ ട്രാൻസ്ജെൻഡർ യുവതി രംഗത്ത് വന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചതായും ബലാത്സംഗം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതായുമാണ് ട്രാൻസ്ജെൻഡർ യുവതി ആരോപണം ഉന്നയിച്ചത്. ഇക്കാര്യം BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞതായും തുടർന്നാണ് തുറന്നു പറയുന്നതെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ കയ്യിൽ യാതൊരു തെളിവുമില്ലെന്നും ആരോപണം തെറ്റാണെങ്കിൽ രാഹുലാണ് തെളിയിക്കേണ്ടതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. 3 വർഷമായി രാഹുലിനെ പരിചയമുണ്ട്. ആദ്യമൊക്കെ രാത്രി 11-ന് ശേഷമാണ് ഫോണിൽ വിളിച്ചിരുന്നത്. പിന്നീട് നിരന്തരം വിളിക്കാൻ തുടങ്ങി. ലൈംഗിക വൈകൃതമുള്ള ആളെ പോലെയാണ് രാഹുൽ സംസാരിച്ചിരുന്നത്. രാഷ്ട്രീയം സംസാരിച്ചിരുന്നില്ല. സന്ദേശങ്ങളെല്ലാം ലൈംഗിക ചുവയുള്ളവയായിരുന്നു. റിനി ജോർജിന്റെ വെളിപ്പെടുത്തലാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ തനിക്ക് പ്രേരണയായത് എന്നതടക്കമുള്ള ഒരു കാര്യമായിരുന്നു ട്രാൻസ്ജെൻഡർ പറഞ്ഞത്. അതൊരു BJPയിൽ നിന്നുള്ള പാളയത്തിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ തന്നെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നാലെ മറ്റ് പല യുവതികളുടെ വെളിപ്പെടുത്തൽ, അതിനുശേഷം രാഹുലിനെതിരെ BJP സമരം ശക്തമാക്കുന്നു. പ്രത്യേകിച്ച് BJP നേതാവ് C കൃഷ്ണകുമാർ അടക്കം പറഞ്ഞ വെളിപ്പെടുത്തൽ, പാലക്കാടിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു ജനപ്രതിനിധിയെ ആവശ്യമില്ല, കോൺഗ്രസ് നേതൃത്വം എല്ലാം അറിഞ്ഞിട്ടും ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇത് കേരളത്തിന് തന്നെ അപമാനമാണ്. VD സതീശന്, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കിട്ടിയിട്ടും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള ചോദ്യമൊക്കെ പാലക്കാട് BJP നേതാക്കന്മാർ ഉന്നയിക്കുന്നു. അവർ ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചു നിൽക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു BJP വനിതാ നേതാവ് രാഹുലിനൊപ്പം വേദി പങ്കിട്ടതും BJPയെ ഇപ്പോൾ അത് വലിയ രീതിയിലുള്ള അസ്വസ്ഥതയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.